തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ഇടുക്കി, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പാണ്. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഉമേഷ്, ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് പറയുന്നത് എന്താണ്? 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നിലനിർത്തുന്നുണ്ട്. ഏതൊക്കെ ജില്ലകൾ ജാഗ്രത പുലർത്തണം? മഴയുടെ സ്വഭാവം എങ്ങനെയായിരിക്കും ഉമേഷ്? റിജിത്ത്, 3 ജില്ലകളിലാണ് ജാഗ്രത നിലനിർത്തേണ്ടത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾ. ഈ 3 ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ 204 മില്ലിമീറ്റർ വരെ മഴ 24 മണിക്കൂറിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കോ ഈ 3 ജില്ലകളിലും സാധ്യതയുണ്ട്. ഇടുക്കി, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കോ ആണ് സാധ്യത. 24 മണിക്കൂറിൽ 115 മില്ലിമീറ്റർ വരെ മഴ ഈ 3 ജില്ലകളിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. നാളെ മുതൽ മഴയുടെ അളവ് പൂർണ്ണമായും കുറയും എന്നാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന മുന്നറിയിപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് നാളെ മുതൽ ഒരു ജില്ലകളിലും മഴ മുന്നറിയിപ്പില്ല. എല്ലാ ജില്ലകളിലും ഗ്രീൻ സിഗ്നൽ മാത്രമാണുള്ളത്. നിലവിൽ ന്യൂനമർദ്ദത്തിൻ്റെ, അതായത് മന്നാർ കടലിടുക്കിലൂടെയുള്ള ന്യൂനമർദ്ദത്തിൻ്റെ കാറ്റിൻ്റെ ദിശയിൽ മാറ്റം വന്നിട്ടുണ്ട്. നേരത്തെ കിഴക്കൻ ദിശയിലേക്കായിരുന്നു കാറ്റ് മാറിയിരുന്നതെങ്കിൽ അത് വീണ്ടും പടിഞ്ഞാറൻ ദിശയിലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മഴ മുന്നറിയിപ്പിൽ നേരിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. ശ്രീജിത്ത്. ശരി, ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെയോടുകൂടി മഴയുടെ ശക്തി കുറയും എന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന വിവരം.